ഡിഷസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഒന്ന് നമ്മൾ കാണിക്കുന്നത് മുട്ട ബജ്ജിയും രണ്ടാമത്തത് റവ കൊണ്ടുള്ള ഒരു സ്നാക്സുമാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് വൺ ഞാൻ ചെയ്യുന്നത് മുട്ട ബജ്ജിയാണ്. അപ്പോൾ അതിന് വേണ്ടത് മുട്ട, മൈദ, തേങ്ങ, പച്ചമുളക്, ഉള്ളി. അപ്പോൾ തേങ്ങ ഒരു ചമ്മന്തി പോലെ നമുക്ക് അരച്ചെടുക്കണം, അതിനു വേണ്ടിയാണ്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റവ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ റവ, മുട്ട, ഏലക്ക, പഞ്ചസാര, ഒരു നുള്ള് ബേക്കിംഗ് സോഡ. അപ്പോൾ മുട്ട വേകുമ്പോഴത്തേക്കും നമുക്ക് ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത്, പിന്നെ പച്ചമുളക്, ഉള്ളി, പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനാഗിരി, കുറച്ച് മതി കേട്ടോ വിനാഗിരി. എന്നിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ചമ്മന്തി ദേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിൽ മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സാധാരണ പഴം വറുത്തതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കട്ടിയുള്ള ബാറ്റർ തയ്യാറാക്കുക. അപ്പോൾ അത് ഏകദേശം മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രൂപത്തിലാണ്. അപ്പോൾ ഇത് മൈദയിൽ മാത്രമല്ല കടലമാവിലും നമുക്ക് ബജ്ജി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ മൈദയാണ് എടുത്തേക്കുന്നത്, കടലമാവിലും നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സ്നാക്കിനുള്ള ബാറ്റർ റെഡിയാക്കി വെക്കാം. അപ്പോൾ റവയാണിത്. റവയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു, കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ കുറച്ച് പഞ്ചസാര, മധുരം ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമുക്കിത് ഒരു കുറച്ച് വെള്ളം, അധികം ആകരുത്, കുറച്ച് വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കേട്ടോ, കുറച്ചല്ല, ഒരു നുള്ളു ബേക്കിംഗ് സോഡ. പക്ഷേ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇത് മാവ് കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിങ്ങനെ എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് ആയിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്ററൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഏകദേശം ഇങ്ങനെ കട്ട് ചെയ്യണം. ഒരു മുട്ട 4 പീസാക്കണം. അപ്പോൾ മുട്ടയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്ന ചമ്മന്തി കുറേശ്ശെ എടുത്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ചമ്മന്തി നല്ലതുപോലെ മുട്ടയുടെ ഉള്ളിലുള്ള ഉണ്ണി കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോന്നായിട്ട് ബാറ്ററിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പതിയെ ഓരോന്ന് കോരി എണ്ണയിലേക്ക് ഇടാം. ഫുള്ളായിട്ട് ബാറ്ററി കവർ ചെയ്യണം. മുട്ട ആയതുകൊണ്ടിട്ട് മുട്ട പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട്
നമ്മൾ ബാറ്റർ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് പതിയെ മറിച്ചിടാം. ഇവിടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മുരിയട്ടെ. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിടും. അപ്പോൾ അടുത്തത് നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. മുട്ട ബജി എല്ലാം റെഡി ആയിട്ടുണ്ട്, നമുക്ക് അടുത്ത സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അടുത്ത റവയുടെ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട ബജി ഉണ്ടാക്കിയ അതേ ഓയിലിൽ തന്നെയാണ് സ്പൂണിൽ കുറേശ്ശെ കോരി നമ്മൾ പതിയെ ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം ഇത്രയൊക്കെ കോരി ഇട്ടാൽ മതി. സ്നാക്ക് റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിട്ട് എണ്ണ നല്ല ചൂടായി കിടക്കണമെന്നുണ്ട്, പെട്ടെന്ന് തന്നെ നല്ല ബോൾസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി എടുക്കണതാണ്. അടുത്തത് നമുക്കിതുപോലെ വറുത്തെടുക്കാം. അടുത്തത് നമ്മൾ ഓരോന്നായിട്ട് കോരി ഒഴിക്കുകയാണ്. കുറേശ്ശെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ 2 സ്നാക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മുട്ടയുടെ എടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും, അത്രയും നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അടുത്തത് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുട്ട ബജി പൊരിക്കുമ്പോൾ മാവ് നന്നായിട്ട് മുട്ടയിൽ കോട്ടിങ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കിത് എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും, നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.